ഗൈസ്, കുറേ നാളായല്ലേ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മൾ എൻ്റെ കേരളം എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് വെച്ചായിരുന്നു നടന്നത്. 7 ദിവസത്തെ ആയിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ എടുത്ത ഒരു വിശേഷ വീഡിയോ ആണ് ഇത്. നമ്മൾ ഈ ഫെസ്റ്റിനെ പറ്റി ആദ്യം അറിയണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള നമുക്ക് നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് പോലാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ടോട്ടലി ഫ്രീ എൻട്രി ആണ്, അതേപോലെ തന്നെ ഫുൾ AC-യുമാണ്. അപ്പോൾ കുറേ നമുക്ക് കാണാൻ പറ്റും ഗവൺമെൻറ്റ്സിന് ഇത്രയേറെ ഫെസിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോയെന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവും. അത്രയധികം സംഭവങ്ങളുണ്ട് കേട്ടോ. റോബോട്ടിക്സ് ആവട്ടെ, ഫയർ ആൻഡ് റെസ്ക്യൂ ആവട്ടെ, പോലീസ് ആവട്ടെ, കുറേയേറെ വേറെയും ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരെല്ലാം നമുക്ക് അവരുടെ ഡ്യൂട്ടീസും ഫങ്ഷൻസും എല്ലാം കാണിച്ചു തരികയും അവർ ചെറിയ കോമ്പറ്റീഷൻസ് നടത്തുകയും ഗിഫ്റ്റ് തരികയൊക്കെ ചെയ്യും. ഇതിലൂടെ നമുക്ക് കൂടുതൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ ഫങ്ഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ പോലീസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പലതരം തോക്കുകൾ, അതായത് പിസ്റ്റല്, ഗ്രനേഡ്സ്, സ്മോക്ക്, ആമോസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയുക, അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പിടിച്ചേക്കുന്ന ഈ ഗണ്ണിന് 3 kg 4 kg ആ ഒരു റേഞ്ചിൽ വരുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ജില്ലാ ജയിലിലേക്ക് പോയി കേട്ടോ. ജയിലിൽ ഇതുവരെയും ഞാൻ പോയിട്ടില്ല. അങ്ങനെ നമുക്ക് എൻട്രി ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ജയിലിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു തൂക്കിക്കൊല്ലുന്ന സ്ഥലം, പിന്നെ അതേപോലെ എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നതെന്ന് കാണിച്ചു തരുന്ന ഒരു ചേട്ടൻ അവിടെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സബ് ജയിലിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെനു ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു സെല്ല് എങ്ങനെയാണ്, സെല്ലിനകത്ത് ഒരു പുൽപ്പ, പിന്നെ ഡ്രസ്സ്, പിന്നെ അവർക്ക് പോകേണ്ട ടോയ്ലറ്റ്, പിന്നെ ഇടേണ്ട സംഭവങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കായികമായിരുന്നു. കായികത്തിൽ എല്ലാവരും അടിച്ച് പൊളിക്കുമായിരുന്നു. എല്ലാവർക്കും കയറി, ഞാനും ഒക്കെ കയറി അടിച്ച് പൊളിച്ചായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് തിയേറ്റർ ഉണ്ടായിരുന്നു. പഴയകാല സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഞാനും കുറച്ച് നേരം അതിൻ്റെ അകത്തൊക്കെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ബലൂൺ കിട്ടി. പിന്നെ എല്ലാ സ്റ്റോളുകളിലും നമുക്കിങ്ങനെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ ഈ സ്റ്റോളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് കേട്ടോ. അതിങ്ങനെ നമ്മളിങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഉത്തരമൊക്കെ പറഞ്ഞതാ ഇതേപോലെ കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കുറേ ഗെയിംസ് ഒക്കെ നോക്കി, പസിൽ ഗെയിം കളിച്ചു, പിന്നെ നമ്മൾ ഇമോജി ഗെയിം, പിന്നെ ഗെയിമൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക്. അവിടെ വന്ന് ഞാൻ ഒരു ഹണി കോളയാണ് കുടിച്ചത്. കൊക്കോ കോള എന്ന് മാത്രം കേട്ടിട്ടുള്ള ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഹണി കോളയാണ് ട്രൈ ചെയ്തത്. ഹണി കോള എന്ന് വെച്ചാൽ ഹണി, ജിഞ്ചർ, പിന്നെ പെപ്പർ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഡ്രിങ്ക് ആണ്. അടിപൊളിയാണ്. പിന്നെ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈയും കഴിച്ച് ഞാൻ അവിടുത്തെ പെർഫോമൻസ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്റ്റേജിൽ ഇങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നടക്കുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഏതോ ഒരു കോളേജിലെ പിള്ളേരാണ് കളിക്കുന്നത്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്റ്റാളിലേക്കാണ്. അവിടെ പോയി കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് നേരെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.